ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റിയാണ്. ആദ്യമായി കാണുന്നവർ ആണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ചെയ്യുക. ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുള്ള ക്ഷേത്ര വീഡിയോകളും കണ്ടിട്ടില്ലാത്തവർ കാണുക. ലോകമെമ്പാടും അറിയപ്പെടുന്നതായ ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ദൂരസ്ഥലങ്ങളിൽ നിന്നും ബസ്സിൽ വരുന്നവരാണെങ്കിൽ തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്നും നടന്നു വരികയോ ഓട്ടോ പിടിച്ചു വരികയോ ചെയ്യാം. മിനിമം ചാർജ് ആകെയേ ഉള്ളൂ. ട്രെയിനിൽ വരികയാണെങ്കിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് എന്ന് പറയും. ഇതും തമ്പാനൂർ KSRTC സ്റ്റാൻഡും അടുത്തടുത്ത് തന്നെയാണ് ഉള്ളത്. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി അവിടെ നിന്നും ഈസ്റ്റ് കോട്ടിലേക്ക് ഓട്ടോ പിടിച്ചോ നടന്നോ വരാവുന്നതാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും ഇനി അടുത്തതായി പത്മനാഭസ്വാമി ക്ഷേത്രവും പഴവങ്ങാടി ഗണപതി ക്ഷേത്രവും വളരെ അടുത്തായിട്ടാണ് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് 4 നടകൾ ആണുള്ളത്. അതായത് കിഴക്കേ നട, വടക്കേ നട, പടിഞ്ഞാറേ നട, തെക്കേ നട എന്നിവയാണവ. ഈ അമ്പലത്തിൻ്റെ വശത്ത് തന്നെയാണ് പത്മതീർത്ഥക്കുളം ഉള്ളത്. ഇവിടെ അമ്പലത്തിനകത്ത് പ്രവേശിക്കുന്ന പുരുഷന്മാർ മുണ്ടുടുത്തുകൊണ്ട് വേണം പോകുവാൻ. സ്ത്രീകളാണെങ്കിൽ സാരി ഉടുത്തുകൊണ്ട് പോകണം. ചുരിദാർ ഉടുത്തു ചെല്ലുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അരയിൽ മുണ്ടുടുത്ത് വേണം, വെള്ളമുണ്ടുടുത്ത് വേണം ഉള്ളിലേക്ക് പോകാൻ. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ കൂടി ആണ് കയറേണ്ടത്. ഈ ക്ഷേത്രത്തിനകത്ത് മൊബൈൽ ഫോൺ, ക്യാമറ തുടങ്ങിയ സാധനങ്ങളൊന്നും തന്നെ കൊണ്ടുപോകാൻ അനുവാദമില്ല. അതെല്ലാം സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഏൽപ്പിച്ച ശേഷം വേണം അകത്തേക്ക് പോകുവാൻ. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ളതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണു അനന്തൻ്റെ മുകളിൽ കിടന്നാണ് ഉറങ്ങുന്നത്. അതുകൊണ്ടാണ് അനന്തശയനം എന്ന് പറയുന്നത്. അനന്തൻ്റെ ഉടൽ ഭാഗം 3 ചുറ്റുകളായിട്ട് വരുന്നതിലാണ് മഹാവിഷ്ണു ഉറങ്ങുന്നത്. 5 തലകളോടുകൂടിയ അനന്തൻ്റെ 5 ശിരസ്സുകൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ശ്രീ പത്മനാഭൻ്റെ സഹോദര ഭാവത്തിലാണ് ശ്രീകോവിലിൽ ശിവലിംഗം ഉള്ളത്. വൈഷ്ണവ സാന്നിധ്യം നിറഞ്ഞ് നിൽക്കുന്ന 12,000 സാളഗ്രാമങ്ങൾ, അതായത് പ്രത്യേകതരം കല്ലുകൾ, സാളഗ്രാമം കല്ലുകൾ കൊണ്ടാണ് അനന്തപത്മനാഭസ്വാമിയുടെ വിഗ്രഹത്തിനുള്ളിൽ നിറച്ചിരിക്കുന്നത്. ഇവിടെ ത്രിമൂർത്തികളുടെ സാന്നിധ്യവും നമുക്ക് കാണാൻ സാധിക്കും. ശ്രീ പത്മനാഭസ്വാമിക്ക് ഇഷ്ടം ഉപ്പുമാങ്ങ നിവേദ്യമാണ്. അതിൻ്റെ പിന്നിലുള്ള കഥയെന്തെന്ന് വച്ചാൽ, ഇന്ന് കാണുന്ന പത്മനാഭസ്വാമിയുടെ രൂപം ആദ്യം കാണുന്നത് വില്വമംഗലം സ്വാമിയാരാണ്. അനന്തൻകാട്ടിൽ വച്ചാണ് ഇദ്ദേഹത്തിന് ദർശനം ലഭിച്ചത്. ആ സമയത്ത് ഭഗവാന് നൽകാൻ വില്വമംഗലം സ്വാമിയാരുടെ കയ്യിൽ ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ആ കാട്ടിൽ നിന്നും ഒരു ചിരട്ടയെടുത്ത് അവിടെ നിന്നിരുന്ന ഒരു മാവിൽ നിന്നും കണ്ണിമാങ്ങ പറിച്ച് അത് ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുകയാണ് ചെയ്തത്. ഈ വില്വമംഗലം സ്വാമിയാരെ പറ്റി പറയുകയാണെങ്കിൽ ചരിത്രത്തിൽ തന്നെ 3 സ്വാമിമാർ 9-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിലായി 3 സ്വാമിമാർക്കും വില്വമംഗലം സ്വാമിമാരെന്ന പേരിലുള്ള സ്വാമിമാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാലും 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വില്വമംഗലം സ്വാമിയാരാണ് ഇവിടെ വന്ന് ശ്രീ പത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിൽ ഈ ഉപ്പുമാങ്ങ കൊണ്ടുള്ള പൂജ നടത്തിയത് എന്ന്, കണ്ണിമാങ്ങ കൊണ്ടുള്ള പൂജ നടത്തിയത് എന്ന് പറയുന്നു. ഇവിടുത്തെ നിവേദ്യങ്ങളിൽ ഉള്ളതിൽ വച്ച് 4 പൂജകൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ഉപ്പുമാങ്ങ നിവേദ്യം. ഈ ഉപ്പുമാങ്ങ നിവേദ്യം ക്ഷേത്രത്തിൻ്റെ ഭാഗത്തിൽ നിന്നാണ് നടത്തുന്നത്. ഒരു ഭക്തന് വഴിപാടായി ഇത് സമർപ്പിക്കുവാൻ സാധിക്കില്ല. ഇനി അടുത്തതായുള്ള
ഒരു പ്രധാന വഴിപാടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രം നടത്തുന്ന മേനിത്തുല പായസം വഴിപാട്. ഇത് മറ്റുള്ള അമ്പലങ്ങളിൽ നടത്തുന്ന പായസ വഴിപാടിൻ്റെക്കാളും ഈ പായസത്തിൻ്റെ രുചിയിൽ വ്യത്യാസമുണ്ട്, പ്രത്യേകതരം രുചിയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ മേനിത്തുല പായസം വഴിപാട് ഭക്തജനങ്ങൾക്ക് ഒരു വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. ഇനി അടുത്ത പ്രധാന വഴിപാടാണ് ഒറ്റയട. ഇത് ഉണ്ണിയപ്പത്തിൻ്റെ അതേ ചേരുവകളും കൂട്ടുകളും ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് പ്രത്യേകമായ ഒരു അച്ചിലിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത്. ഇത് ഭക്തജനങ്ങൾക്ക് വഴിപാടായി നടത്താവുന്നതാണ്. ഒറ്റയടയും ഉപ്പുമാങ്ങ നിവേദ്യവും പോലെ തന്നെ അനന്തപത്മനാഭസ്വാമിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഇത്. 6 വർഷത്തിലൊരിക്കൽ ആണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടത്താറുണ്ട്. 56 ദിവസം നടക്കുന്ന മുറജപത്തിനൊടുവിൽ ലക്ഷദീപാർച്ചനയും നടക്കും. ഇക്കൊല്ലം മുറജപം സമാപിക്കുന്നത് 2026 ജനുവരി 14 ഈ ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ ദർശനത്തിനായി വന്നു കഴിഞ്ഞാൽ സാധാരണ നിലയിൽ എല്ലാ ദൈവനടകളിലും തൊഴുത് പ്രദക്ഷിണം വച്ച ശേഷം അമ്പലത്തിന് വെളിയിൽ വരുന്നതിന് ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ സമയമെങ്കിലും വേണം. ഞാൻ മുമ്പിട്ട വീഡിയോകളിൽ പറഞ്ഞിരിക്കുന്ന പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം, ലക്ഷ്മി വരാഹ മൂർത്തി ക്ഷേത്രം, OTC ഹനുമാൻ സ്വാമി ക്ഷേത്രം, തിരുവനന്തപുരത്തെ പാറകോവിൽ എന്നിവ എല്ലാം ഈ പാറകോവിലല്ല, പാറകോവിലൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ക്ഷേത്രങ്ങളും എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തിൽ നിന്നും അധിക ദൂരത്തിലല്ലാതെയാണ് സ്ഥിതി ചെയ്യുന്നത്. പാറകോവിൽ എന്ന ക്ഷേത്രമാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു 6-7 കിലോമീറ്ററോളം ദൂരമുണ്ട്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രവും ഇവിടെ നിന്ന് ഏതാണ്ട് 2.5 കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ അവസാനിക്കുന്നു.